3 പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന CPM ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ് മുൻ MLA ഐഷ പോറ്റി. അങ്ങനെ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. കോൺഗ്രസ് രാപ്പകൽ സമര വേദിയിലെത്തിയാണ് ഐഷ പോറ്റി അംഗത്വം സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഐഷയെ സ്വീകരിച്ചു. 30 വർഷം നീണ്ട പാർട്ടി ബന്ധം അവസാനിപ്പിച്ചാണ് ഐഷ പോറ്റി കോൺഗ്രസ് പാളയത്തിലെത്തിയത്. കൊട്ടാരക്കര മുൻ MLA കൂടിയായ ഐഷ പോറ്റി ഏറെ നാളായി CPMുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്നും CPM കഴിഞ്ഞ വർഷം ഒഴിവാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കോൺഗ്രസ് പ്രവേശനത്തിന് ധാരണയായത്. കൊട്ടാരക്കരയിൽ R ബാലകൃഷ്ണ പിള്ളയെ അട്ടിമറിച്ചാണ് ഐഷ പോറ്റി നിയമസഭയിലേക്ക് എത്തിയത്. 3 തവണ കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഐഷ പോറ്റിക്ക് CPM സീറ്റ് നിഷേധിച്ചിരുന്നു. ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കും. ഇത് സന്തോഷ നിമിഷമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നതെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ മോശമായ സോഷ്യൽ മീഡിയ ആക്രമണം പ്രതീക്ഷിക്കുന്നതായി ഐഷ പോറ്റി പ്രതികരിച്ചു. എന്റെ പൊന്നെ, നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള, ഏത് രാഷ്ട്രീയത്തിലും ഏത് മനുഷ്യരായാലും ഏത് ലീഡറായാലും എത്ര വലിയ മന്ത്രിയായാലും അതിന് മേളിലുള്ള ആളായാലും മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറുന്നതിന് നഷ്ടമുണ്ടോ? സത്യസന്ധമായിട്ട് ഇടപെടുന്നതിന് നഷ്ടമുണ്ടോ? ഒന്നും കിട്ടാനല്ല ഇതിലൊന്നും വരുന്ന. അധികാരമോഹിയല്ലാതെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അധികാരമോഹിയല്ല എങ്കിൽ എനിക്ക് കഴിഞ്ഞ തവണ തന്നെ എന്നോട് എന്തെല്ലാം ആൾക്കാർ വന്നു. ഞാൻ ഡിസ്ക്ലോസ് ചെയ്യില്ല ഇവിടെ. പക്ഷെ ഒന്നും ഞാൻ സൗമ്യമായിട്ട്, എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ എന്നെ ഒരു പ്രസ്ഥാനമല്ലേ വളർത്തിയ വർഗ വഞ്ചകയിൽ നിന്ന് തുടങ്ങി എനിക്ക് വലിയ ഭാഷ വശമില്ല, മാതിരി മ്ലേച്ഛ ഭാഷകളൊന്നും. അതൊക്കെ വരും. നിങ്ങൾ ഓർത്തോളുക, ഞാൻ അങ്ങനെ ഒരാളല്ല. സഖാക്കൾക്ക് വിഷമമുണ്ടാക്കുന്ന തീരുമാനമാണിതെന്നും അവർ കോൺഗ്രസ് സമരവേദിയിൽ പറഞ്ഞു. തന്നെ വർഗവഞ്ചക എന്ന് വിളിച്ചേക്കും, എപ്പോഴും മനുഷ്യപക്ഷത്തായിരിക്കുമെന്നും ഐഷ പോറ്റി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, വെരി ഗുഡ് ഈവനിങ്. ഒരുപക്ഷെ ജനുവരി 13 CPMന് നൽകിയ ഒരു ഇലക്ട്രിക് ഷോക്കാണ് ഈ ഐഷ പോറ്റിയുടെ ഈ പ്രഖ്യാപനം. 3 പതിറ്റാണ്ട് നീണ്ടുനിന്ന ബന്ധമാണ് അറുത്ത കൈക്ക് മുറിച്ചു കളഞ്ഞിരിക്കുന്നത്. ഐഷ പോറ്റി എന്തുകൊണ്ട് കോൺഗ്രസ്, ഒപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഐഷ പോറ്റി വ്യക്തമാക്കുന്നത്? CPM ഈ രാഷ്ട്രീയ മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ CPM MLA ആണ് ഐഷ പോറ്റി ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത്. UDF സഹകരണ ചർച്ചകളുടെയാണ് ഐഷ പോറ്റി കോൺഗ്രസിൽ വേദിയിലെത്തുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത്. സമരവേദിയിൽ വെച്ച് ഐഷ പോറ്റിക്ക് കോൺഗ്രസ് അംഗത്വം നൽകി. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയാക്കാനാണ് ഐഷ പോറ്റിയെ ലക്ഷ്യമിടുന്നതെന്നാണ് കോൺഗ്രസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രതിപക്ഷ നേതാവുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യത്തിലൊക്കെ ഒരു ധാരണയായത്. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഐഷ പോറ്റി പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം ബാലകൃഷ്ണ പിള്ളയെ അട്ടിമറിച്ചാണ് MLA ആയ ഐഷ പോറ്റിയുടെ തുടക്കം കുറിക്കുന്നത്. 3 തവണ കൊട്ടാരക്കര MLA ആയിരുന്നു ഐഷ പോറ്റി. കഴിഞ്ഞ തവണ ഐഷ പോറ്റിക്ക് CPM സീറ്റ് നിഷേധിച്ചിരുന്നു. അതേസമയം ഇത് സന്തോഷ നിമിഷമാണ് എന്നാണ് ഐഷ പോറ്റി സന്തോഷ നിമിഷമെന്നാണ് VD സതീശൻ പ്രതികരിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ വലിയ മാറ്റങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് KC ഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിന് അംഗത്വം സ്വീകരിച്ചതിൽ വളരെ മ്ലേച്ഛകരമായ സോഷ്യൽ മീഡിയ ആക്രമണം താൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഐഷ പോറ്റി പറഞ്ഞു. അതേസമയം ഇപ്പോഴും തന്നോട് പ്രവർത്തിച്ച നിരവധി ആളുകളെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവരോടൊക്കെ വളരെയധികം സ്നേഹവും ആദരവും ഉണ്ട് എന്നുകൂടി ഐഷ പോറ്റി വ്യക്തമാക്കുന്നു. എന്തായാലും CPMന് ഇത് വളരെ വലിയൊരു അടിയാണ് ഏറ്റിരിക്കുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ് ഐഷ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. CPM ഇത് എങ്ങനെ, ഇതിൽ ഇതുവരെയും ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതെങ്ങനെയാണ് CPM ഇനി മറികടക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇനി ഉയർന്നു വരുന്നത്. അശ്വതി, തീർച്ചയായും ശ്രീനന്ദ, അത് തന്നെയാണ്. 3 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന CPM ബന്ധമാണ് മുൻ MLA ആയ ഐഷ പോറ്റി അവസാനിപ്പിച്ചിരിക്കുന്നത്. വലിയൊരു ഇലക്ട്രിക് ഷോക്ക് തന്നെയായിരുന്നു. രാഷ്ട്രീയ കേരളം എങ്ങനെയാകും ഈ ഒരു ടേണിംഗ് പോയിന്റിനെ ചർച്ച ചെയ്യുന്നതെന്നൊക്കടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ അറിയാം. എന്തായാലും CPM ഐഷ പോറ്റിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വർഗ വഞ്ചകയെന്നാണ് ഈ ഐഷ പോറ്റിയെ CPM വിശേഷിപ്പിച്ചത്.